അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്യരായ സയ്യിദുമാരെ, ഉലമാക്കളെ, കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റ് സദസ്യരെ, നമ്മുടെ കേരള സുന്നി സംഘടനകളുടെ ചരിത്രത്തിൽ അദ്വിതീയമായ ഒരു സംരംഭമാണ് ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സുചിന്തിതമായി പ്ലാനഡ് പരിപാടി വ്യവസ്ഥാപിതമായി ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ മസ്തിഷ്കപരമായ പ്രവർത്തനവും ശാരീരികമായ പ്രവർത്തനവും സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനവും എല്ലാം സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ചാണ് അല്പം സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സകലവിധ അധികാരവും ഏതൊരു സൃഷ്ടാവിൻ്റെ കരത്തിലാണോ അവൻ വലിയ അനുഗ്രഹിയായിട്ടുണ്ട്, പരിശുദ്ധനായിട്ടുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് എല്ലാറ്റിനും കഴിയുന്ന സകല ശക്തനാകുന്നു. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതത്തെയും മരണത്തെയും അവൻ സംവിധാനിച്ചിരിക്കുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ലക്ഷോപിലക്ഷം, ഓരോ നിമിഷത്തിലും ലക്ഷോപിലക്ഷം ജനനങ്ങൾ നടക്കുമ്പോൾ ലക്ഷോപിലക്ഷം മരണങ്ങളും നടക്കുകയാണ്. ജനന മരണങ്ങൾ സംവിധാനിച്ചത് എന്തിനു വേണ്ടി? അത് നിങ്ങളെ പരിശോധിക്കുവാൻ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാൻ. മനുഷ്യൻ്റെ നിയോഗ ലക്ഷ്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അമൽ ചെയ്യുവാൻ വേണ്ടിയാണ് നാം നിയുക്തരായിട്ടുള്ളത്. മറ്റൊരായത്തിൽ മറ്റൊരു വിധത്തിൽ അല്ലാഹു തആല പറഞ്ഞു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും എനിക്ക് ആരാധന ചെയ്യുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമൽ ചെയ്യുവാൻ അഥവാ ആരാധന ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അമൽ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന് ചൈതന്യവും ജീവനും ഉണ്ടാകുമ്പോഴാണ് അതിന് ആത്മീയ സ്വഭാവം ഉണ്ടാകുന്നത്. അമലുകൾക്ക്, നമ്മുടെ ആരാധനകൾക്ക് ചൈതന്യമുണ്ടാകണം, ജീവനുണ്ടാകണം. അപ്പോൾ മാത്രമാണ് അതിന് ആത്മീയ സ്വഭാവം ഉണ്ടാകുക. എന്താണ് അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത്? ഷെയ്ഖുമാരുടെ ഷെയ്ഖും വലിയുമാരുടെ വലിയും മാത്രമല്ല, ആത്മജ്ഞാനികളുടെ പറുദീസിയായി അറിയപ്പെടുന്നതുമായ അൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായിട്ടുള്ള ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നു, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വ അർവാഹുഹാ വജൂദു സിദ്ദിൽ ഇഖ്ലാസി ഫീഹാ, സകല കർമ്മധർമ്മങ്ങളും കുത്തനെ നിൽക്കുന്ന പ്രതിമകൾ മാത്രമാണ്. അതിൻ്റെ ആത്മാക്കൾ എന്താണ്? വ അർവാഹുഹാ വജൂദു സിദ്ദിൽ ഇഖ്ലാസി ഫീഹാ, അതിൽ ഇഖ്ലാസ് എന്ന രഹസ്യം ഉണ്ടാകുക എന്നതാണ്. ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്, ഇഖ്ലാസാണ് വാസ്തവത്തിൽ എല്ലാ കർമ്മധർമ്മങ്ങളുടെയും ജീവൻ എന്ന് പറയുന്നത്. കർമ്മധർമ്മങ്ങൾക്ക് ജീവൻ നൽകുന്നത്, ആത്മീയ സ്വഭാവം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആത്മാവ് ഏതാണ്? ഇഖ്ലാസ് ആകുന്നു. ഇഖ്ലാസ് എന്ത്? അഖ്ലിസ് വദ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കില, നാം എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. സകല ആരാധനകൾ കൊണ്ടും സകല അമലുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുമായുള്ള സാമീപ്യത്തെയും സംതൃപ്തിയും മാത്രം ലക്ഷ്യം വെക്കുക എന്നതാണ്. അപ്പോൾ എല്ലാ കർമ്മധർമ്മങ്ങളിലും ശരിയായ ഇഖ്ലാസ് വെച്ച് പുലർത്തുക, ഇതാണ് വാസ്തവത്തിൽ അതിൻ്റെ ജീവൻ നൽകുന്ന സംഗതി.
അപ്പോഴാണ് ഇതിന് ആത്മീയ സ്വഭാവം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആത്മസംസ്കരണം, മനസ്സംസ്കരണം ഇത് നൽകുന്ന ശാസ്ത്രശാഖക്കാണ് നമ്മൾ തസവൂഫ് എന്ന് പറയുന്നത്. എന്താണ് തസവൂഫ്, എന്താണ് സൂഫിസം എന്നതിന് ധാരാളം നിർവചനങ്ങളുണ്ട്. അതിൻ്റെ അകലങ്ങളും ഉപാധികളും അതിൻ്റെ സൽഫലങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് പലരും പലവിധത്തിൽ അതിന് നിർവചനം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമിൽ മക്കി അങ്ങവരുടെ അൽ ഫത്താവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മഹാരഥന്മാർ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. 1000-ലേറെ നിർവചനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം ആകത്തുക ഒന്ന് തന്നെ. ആകത്തുക എന്താണ്? സകല കർമ്മധർമ്മങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതാണ്. സകല അമലുകളും ഇഖ്ലാസിൻ്റെ മൂശയിലിട്ട് വാർത്തെടുത്തെടുക്കുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമലുകൾക്ക് ആത്മീയത കൈവരുവാൻ വനവാസത്തിന് പോകേണ്ടതുണ്ടോ, ഏകാന്തവാസം നടത്തേണ്ടതുണ്ടോ എന്നതാണ്. വനവാസത്തിന് പോകുകയോ ഏകാന്തവാസം നടത്തുകയോ ചെയ്യേണ്ടതില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏകാന്തവാസം കൊണ്ട് മാത്രമേ ആത്മീയത ലഭ്യമാകൂ എന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചില ആളുകൾ ചെയ്തിട്ടുണ്ട്. 100 ആളുകളെ കൊന്നിട്ടുള്ള ഒരു വ്യക്തി അയാളോട് ഒരു മതപണ്ഡിതന് ഉപദേശിച്ചത്, ഇനി എന്ത് വേണം, നാട് വിടണം, അയാളുടെ തോബയുടെ ഭാഗമായിട്ട് നാട് വിടണമെന്നാണ് പറഞ്ഞത്. അയാളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നാട് വിടാൻ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റയീസുസാഹിദ്ദീൻ ബൽഖിലെ മഹാരാജാവായിരുന്നു. രാജകീയ പ്രൗഢിയിൽ എല്ലാവിധ സുഖലോലുപതയോടെയും സൗകര്യത്തോടെയും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം നാട് വിട്ട്, വീട് വിട്ട്, കുടുംബം വിട്ട്, ഭരണം വിട്ട് അദ്ദേഹം ഏകാന്തവാസത്തിന് പോകുന്നത്. എന്തുകൊണ്ട്? ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വാസ്തവത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഐഹിക വിരക്തി സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നത് കണ്ടതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ വലിയ പ്രൗഢിയിലായിരുന്നു. 1000-ങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, 10,000-ങ്ങൾ ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, 100-കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് മഹാനവറുകൾ എല്ലാം വിട്ടുകൊണ്ട് ഏകാന്തവാസത്തിന് പോകുന്നത്. 11 കൊല്ലക്കാലത്തെ ദീർഘമായ ഏകാന്തവാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭൂതി അദ്ദേഹം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അൽ മുങ്കിദ് ഫിൽ ലലാൽ എന്ന് പറയുന്ന അൽ മുങ്കിദ് മിനൽ ലലാൽ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം സവിസ്തരം ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. 11 കാലം അദ്ദേഹം മക്കയിൽ പോയി, മദീനയിൽ പോയി, ബൈത്തുൽ മുഖദ്ദിസിൽ പോയി, പലയിടങ്ങളിലും പോയി ഏകാന്തവാസം കഴിഞ്ഞ് അദ്ദേഹം മനം സ്ഫുടം ചെയ്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭൂതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, സംഭവിച്ചതെല്ലാം സംഭവിച്ചു, ഉണ്ടായതെല്ലാം ഉണ്ടായി. എനിക്ക് ലഭ്യമായിട്ടുള്ള അനുഭൂതിയെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കരുത്, അവാച്യമാണ്, പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഫള്ളുന്ന ഖൈറൻ വലാ തസ്അൽനിൽ ഖബരി, നല്ലത് വിചാരിച്ചു കൊള്ളുക. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു കൊള്ളുക. വലാ തസ്അൽനിൽ ഖബരി, വാർത്ത എന്നോട് ചോദിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില മഹാരഥന്മാർ ഇടക്കാലത്ത് ഏകാന്തവാസം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഏകാന്തവാസം നടത്തിയെങ്കിലേ ആത്മീയത ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ഗുരുനാഥനായ ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസി മഹാനവറുകൾ പറഞ്ഞതായി അങ്ങോരുടെ ശിഷ്യൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. നെഹ്നു ഇദാ സഹിബിന താജിറൻ മാ നഖൂലു ലഹു ഉത്രുക് തിജാറത്തക വതആൽ.
നമ്മുടെ അടുത്ത് ആത്മീയ ശിക്ഷണശീലനത്തിന് വേണ്ടി ഒരാൾ വന്നു. അയാളൊരു കച്ചവടക്കാരനാണ്. അയാളോട് നാം സഹവസിക്കേണ്ടി വന്നാൽ നിന്റെ കച്ചവടം എല്ലാം ഉപേക്ഷിച്ച് നിർത്തൽ ചെയ്ത് ഇങ്ങോട്ട് വാ എന്ന് നമ്മൾ പറയുകയില്ല. ഔ സാഹിബ് സുന്നത്തിൻ മാ നക്കൂലിലഹു ഉത്തുർക്കു സുന്നത്തൊക്കെ പറ്റാൽ, ഒരു തൊഴിലാളി ഞങ്ങളെ സമീപിച്ചാൽ നിന്റെ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് വാ എന്ന് ഞങ്ങൾ പറയുകയില്ല. ഔ താലിബ ഇൽമിൻ്റെ നക്കൂലിലഹു ഉത്തുർക്ക് തലബൊക്കെ പറ്റാൽ, ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ അടുത്ത് വന്നാൽ നിന്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്ത് വാ, എന്നിട്ട് സൂഫിയാകാം, എന്നിട്ട് ഐരിഫാകാം എന്ന് ഞങ്ങൾ പറയുകയില്ല. നേരെ മറിച്ച് എന്തു ചെയ്യുന്നു? കച്ചവടക്കാരനെ കച്ചവടക്കാരനായി നിർത്തിക്കൊണ്ട്, തൊഴിലാളിയെ തൊഴിലാളിയായി നിർത്തിക്കൊണ്ട്, വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയായി നിർത്തിക്കൊണ്ട്, വലാകിൻ നുഖിറു കുല്ല വാഹിദിൻ ഫീമാ അഖാമഹുല്ല, അള്ളാഹു അവനെ എവിടെയാണോ നിർത്തിയത് ആ തൊഴിലിലും ആ വ്യാപാരത്തിലും നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ശിക്ഷണശീലങ്ങൾ നമ്മൾ നൽകുന്നു. ഒമാ കുസിമ ലഹുവല ഐജീന ഹുവ ഭാഷുലില്ലി, നമ്മുടെ കൈക്ക് അയാൾക്ക് ലഭിക്കേണ്ട ആത്മീയ ശിക്ഷണം അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അയാൾക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇതിന് തെളിവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുർസി തങ്ങൾ പറഞ്ഞു, വസ്വഹാബത്തു സഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബത്തെ കിറാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ചു. ഫമാക്കാലി താജിരിൻ ഉതുറുക്ക് തിജാറത്ത്, ഒരു കച്ചവടക്കാരനോട് നിന്റെ കച്ചവടം വർജിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. വലാരിരി സുന്നത്തിന് ഉതുർക്ക് സുന്നത്തൊക്കെ, അവർ തൊഴിലാളിയോട് നിന്റെ തൊഴിൽ ഉപേക്ഷിക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ബൽ അക്കറഹും വല അസ്ബാബിഹിം, അവരുടെ ജീവിതമാർഗ്ഗങ്ങളിൽ അവിടെ ഉറപ്പിച്ചു നിർത്തുകയും അതിന് അംഗീകാരം നൽകുകയും, വാമറഹും ബി തഖ്വല്ലാഹി ഫിഹ, അതിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് തഖ്വാൻ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കച്ചവടക്കാരനായിക്കൊണ്ട് തന്നെ ആത്മീയത ഉൾക്കൊള്ളാം. തൊഴിലാളിക്ക് തൊഴിലാളിയായിക്കൊണ്ട്, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയായിക്കൊണ്ട്, അധ്യാപകന് അധ്യാപകനായിക്കൊണ്ട്, വ്യവസായിക്ക് വ്യവസായിയായിക്കൊണ്ട്, കർഷകന് കർഷകനായിക്കൊണ്ട് ആത്മീയത ഉൾക്കൊള്ളുന്നതിൻ്റെ യാതൊരു വിരോധവുമില്ല. ഇതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഉർസൻ ഔ യസ്റഉ സർഅൻ ഫയകുലു മിൻഹു തൈറൻ ഔ ഇൻസാനൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഏതൊരു മുസ്ലിമും ഒരു ചെടി നടുകയോ അല്ലെങ്കിൽ കൃഷി ചെയ്യുകയോ ചെയ്തു, അതിൽ നിന്ന് പക്ഷി തിന്നുകയോ മനുഷ്യൻ തിന്നുകയോ മൃഗം തിന്നുകയോ ചെയ്താൽ അയാൾക്കതിന് പ്രതിഫലമുണ്ട്, അത് സദഖയായി ഭവിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഉമാ ശുരിക മിൻഹു ലഹു സദഖ, മോഷ്ടാവ് മോഷ്ടിച്ചാലും സദഖയാണ്. അപ്പം കർഷകൻ കൃഷി ചെയ്തു, ആര് തിന്നാലും ശരി, മനുഷ്യൻ തിന്നട്ടെ, പക്ഷി തിന്നട്ടെ, മൃഗം തിന്നട്ടെ, ആര് തിന്നട്ടെ, മോഷ്ടാവ് മോഷ്ടിച്ചാൽ പോലും കൂലിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കർഷകൻ മരിച്ചുപോയാലോ, ചെടി നട്ടവൻ മരിച്ചുപോയാൽ, അവൻ്റെ ഉടമാവകാശം മറ്റൊരാളിലേക്ക് നീങ്ങിയാൽ എന്നാലും പ്രതിഫലമുണ്ട് എന്നീ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഉംദത്തുൽ ഖാരിയിൽ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഇൻസാൻ എന്നാണ് റസൂൽ നിങ്ങൾ പറഞ്ഞത്. ഒരു മൃഗമോ ഒരു മനുഷ്യനോ ഒരു പക്ഷിയോ ഉണ്ട്. ആ മനുഷ്യൻ എന്നതിൽ അത് നട്ടുപിടിപ്പിച്ചവനും പെടുന്നു എന്നാണ്. കൃഷി ചെയ്ത കർഷകൻ തിന്നാലും അവന് കൂലിയുണ്ട്. ഞാൻ നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്നോ ഞാൻ ചെയ്ത കൃഷിയിൽ നിന്നോ അതിൻ്റെ ഉൽപ്പന്നത്തിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചാലും കൂലിയുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കർഷകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കെട്ടിട നിർമ്മാതാക്കളുടെ കാര്യമോ? ഒരാളൊരു കെട്ടിടം നിർമ്മിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മംബന ബൈത്തൻ ഫീ ഗൈരി ളുൽമിൻ വല ഇത്തിദാഇൻ കാന ലഹു അജ്റൻ ജാരിയൻ മൻ ദഫഅ മിൻ ഖൽഖില്ലാഹി തബാറക വ തആല അഹദ്. മംബന ബൈത്തൻ, ഒരാളൊരു കെട്ടിടമുണ്ടാക്കി, ഫീ ഗൈരി ളുൽമി വല ഇത്തിദാഇൻ, അനീതിയില്ലാതെ അതിക്രമമില്ലാതെ തൊഴിലാളിക്ക് വേതനം കൊടുത്തുകൊണ്ട് ശരിക്കും നീതിനിഷ്ഠമായ രീതിയിൽ ഒരാളൊരു കെട്ടിടമുണ്ടാക്കി, കാനലഹു അജ്റൻ ജാരിയ, അത് അവന് എന്നെന്നും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമലായിത്തീരുന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. മൻ ദഫഅ മിൻ ഖൽഖില്ലാഹി തബാറക വ തആല മിൻഹു ബിഹി അഹദ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആൾക്ക് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നിന്ന് മനുഷ്യനോ മൃഗത്തിനോ പക്ഷിക്കോ ആർക്കാകട്ടെ, ആ കെട്ടിടത്തിൽ എലി താമസിച്ചാൽ പോലും കൂലി അവനുണ്ട്, പക്ഷി കൂടുകൂട്ടിയാലും അവന് കൂലിയുണ്ട്. അപ്പോൾ കെട്ടിട നിർമ്മാണം നടത്തിയാലുണ്ടാകുന്ന ഇബ്നു ഖുസൈമ റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണിത്. എന്നാൽ ഇങ്ങനെ കെട്ടിടമുണ്ടാക്കുന്നവരോ
അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരെയൊക്കെ കൂലിവേലക്കാരാണെങ്കിലോ, കൂലിവേല, ഇപ്പോൾ നിങ്ങൾ കർഷകരുടെ കാര്യം പറഞ്ഞു, കൃഷി ഉടമയുടെ കാര്യം. എന്നാൽ കർഷക തൊഴിലാളിക്കോ അതുപോലെ കെട്ടിട നിർമ്മാതാവിനോ കൂലിയുണ്ടോ? തൊഴിലാളിക്കും കൂലിയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദ് ബിബിയുടെ തോട്ടത്തിലേക്ക് കടന്നു വന്നു. ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? അ മുസ്ലിമുൻ അം കാഫിർ? യാ ഉമ്മു മഅബദ് മൻ ഖറസ ഹാദൻ നഖൽ അ മുസ്ലിമുൻ അം കാഫിർ? ഓ ഉമ്മു മഅബദ് ബിബി, ഈ ഈന്തപ്പനകൾ നട്ടുപിടിപ്പിച്ചത് ഒരു മുസ്ലിമാണോ അല്ലെങ്കിൽ അമുസ്ലിമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഉമ്മു മഅബദ് ബിബി പറഞ്ഞു, ബൽ മുസ്ലിം, ഇത് നട്ടുപിടിപ്പിച്ചത് ഒരു മുസ്ലിമാണ്. അപ്പോൾ അവിടുന്ന് പറയുന്നു, ഫലാ യഗ്രിസു മുസ്ലിമൻ ഖുർസൻ ഫയകുലു മിൻഹു ഇൻസാനൻ വലാ ദാബത്തുൻ വലാ തൈറുൻ ഇല്ലാ കാന ലഹു സദഖ ഇലാ യൗമിൽ ഖിയാമ. എങ്കിൽ ഒരു മുസ്ലിം ഒരു ചെടി നടുകയും അതിൽ നിന്ന് മനുഷ്യനോ മൃഗമോ പക്ഷിയോ തിന്നാൽ അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ വൃക്ഷത്തിൻ്റെ ഫലവും ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ നിലനിൽക്കുന്നുവെങ്കിൽ ലോകാവസാനം വരെ അവന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു മാവ് നട്ടുപിടിപ്പിച്ചു, ആ നാവിൽ നിന്ന് മാങ്ങ ആരൊക്കെ തിന്നുന്നു? കൂലി. ഒരു മാങ്ങയുടെ അണ്ടി, ആ മാങ്ങയുടെ അണ്ടി വീണ്ടും മുളച്ച് വീണ്ടും മാവാകുന്നു എങ്കിൽ വീണ്ടും കൂലി. അനിശ്ചിതം അത് തുടർന്നാൽ ഖിയാമത്ത് നാൾ വരെ അനിശ്ചിതം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാം തുടങ്ങി വെച്ചിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം അത് എന്നെന്നും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ തൻ്റെ സ്വന്തം കുടുംബത്തെ പുലർത്താനും സന്താനത്തെ പുലർത്തുവാനും വേണ്ടിയാണ് കൃഷി ചെയ്യുകയോ വൃക്ഷങ്ങൾ നട്ടുപിടിച്ചുകയോ ചെയ്യുന്നത്, എന്നാലും കൂലിയുണ്ട് എന്ന് നമുക്ക് ഇർഷാദു സാരിയിൽ കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട അഷ്കലാനി വിവരിച്ചതായി കാണാൻ സാധിക്കുന്നു. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു ആസാറഹും. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വനക്തുബു മാ ഖദ്ദമു ആസാറഹും. ജനങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള കർമ്മധർമ്മങ്ങൾ നാം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ആസാറഹും, അവരുടെ അനന്തരഫലങ്ങളെയും. ഒരാൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം എത്രത്തോളം കാലം തുടരുന്നുവോ അതിൻ്റെ പ്രതിഫലവും രേഖപ്പെടുത്തുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടത് ആത്മീയമായ ഒരു ഒഴുക്ക് നാം സൃഷ്ടിക്കണം. ആത്മീയത ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തികൾ ധാരാളം നമ്മുടെ സമുദായത്തിലുണ്ട്. അത് പോരാ, നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ ആത്മീയതയുടെ ഒഴുക്ക് തന്നെ പ്രവാഹം സൃഷ്ടിക്കണം. ആ പ്രവാഹത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മറ്റൊരു ലയിക്കണം. അപ്പോഴാണ് ശരിയായ പരിവർത്തന സമൂഹത്തിലുണ്ടാക്കാൻ സാധിക്കുക. വഖാലിത്തി സുലഹ നിൽത സ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ നർലി യക്മാറു. സജ്ജനങ്ങളോട് സത്തുക്കളോട് സഹകരിക്കുക, എന്നാൽ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് നിനക്കും സത്തുക്കളുടെ കൂടെ ഗണത്തിൽപ്പെടാൻ സാധിക്കുന്നതാണ്. മാഉൽ കനീഫി ഇദാ മാഷാല മുഖ്തലിതൻ ബിമായി നെഹ്രിം ബസാലത്ത് മിൻഹു വഖ്ദാറു. തെളിനീരൊഴുകുന്ന ഒരു പുഴ, ശുദ്ധജലമൊഴുകുന്ന ഒരു പുഴയിലേക്ക് ടോയ്ലറ്റിലെ ദുഷിച്ച വെള്ളം വന്നു ചേർന്നാൽ ആ വെള്ളം ശുദ്ധമായിത്തീരുന്നു എന്നതുപോലെ വാസ്തവത്തിൽ ആത്മീയത വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകളും ആത്മീയത ഉൾക്കൊണ്ട സമൂഹത്തിലേക്ക് ഒട്ടിച്ചേർന്ന് സമൂഹത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിത്തീരുമെന്നാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒടുക്ക് സൃഷ്ടിക്കണം, അതിന് ഒത്തുചേരണം എല്ലാവരും. എന്തിന് സംഘം, എന്തിന് സംഘടന എന്ന് ചോദിക്കുന്നവരുണ്ട്. യദുല്ലാഹി അലൽ ജമാഅ എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായഹസ്തമുണ്ടാകുന്നത് ജമാഅത്തിന്മേൽ, സംഘത്തിന്മേലാണ്, സമൂഹത്തിന്മേലാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ മറ്റുള്ള ലയിക്കുന്നതിന് ഒരു ഒഴുക്ക് നമ്മൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യണം. അങ്ങനെയുള്ള പ്രവാഹത്തിലൂടെയാണ് ആഗോളതലത്തിൽ വലിയ വിപ്ലവം സാധിക്കുവാൻ പൂർവികരായിട്ടുള്ള മുസ്ലിമുകൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട്, സുചിന്തിതമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഭാഗത്ത് നമ്മൾ ഭാഗികമായി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സംഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കവി പറഞ്ഞത് വളരെ സാന്ദർഭികമായിട്ടുണ്ട്. എന്താ കവി പറഞ്ഞത്? മത്തായബുലുൽ ബുന്യാനു യൗമൻ കമാലഹു ഇദാ കുൻത തബ്നീഹി വഗൈറുക യഹ്ദിമു. മത്തായബുലുൽ ബുന്യാനു യൗമൻ കമാലഹു ഇദാ കുൻത തബ്നീഹി വഗൈറുക യഹ്ദിമു. നീ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എപ്പോഴാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുക? നീ ഒരു ഭാഗത്ത് നിർമ്മാണം നടത്തുമ്പോൾ മറുഭാഗത്ത് സംഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ
നാനാഭാഗത്തു നിന്നും സംഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ സുശക്തമാകണം, അതിന് സംഘടിതമായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. വാസ്തവത്തിൽ ഇസ്ലാമിൽ എന്താണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ആത്മീയ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ള ചില മതങ്ങളുടെ ആചാരവുമായി തുലനം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇസ്ലാമിൽ മഹാനായ റസൂൽ പ്രഖ്യാപിച്ചു, ലാ റഹ്ബാനിയത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സന്യാസമോ പൗരോഹിത്യമോ ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. റഹ്ബാനിയത്തിന് ഇബത്തതുവായ നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികൾ അവിടെ പുരോഹിതന്മാർ റഹ്ബാനിയത്തിനെ നിർമ്മിച്ചതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു കാലഘട്ടത്തിൽ റോമിൽ വളരെ അതിരുകവിഞ്ഞു, വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് വന്നതായി അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ അറബി സാഹിത്യകാരനായിരുന്ന അബു ഹസൻ അലി നദ്വി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള മാതാ ഹസ്രൽ ആലമു ബിൻ ഹിത്താത്തിൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥത്തിൽ ചില ഉദാഹരണങ്ങളോടുകൂടി ഉദ്ധരിച്ചിരിക്കുകയാണ്. ലക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ മോറൽസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, മാർക്കരിയൂസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം 6 മാസക്കാലം അദ്ദേഹം ഒരു ചതുപ്പ് നിലത്ത് പോയി കിടന്നുറങ്ങി. ദേഹപീഡനം എന്തിനു വേണ്ടി? ദൈവത്തെ പ്രീണിപ്പിക്കാൻ, അള്ളാഹുവിനെ പ്രീണിപ്പിക്കാൻ, പടച്ചവനെ പ്രീണിപ്പിക്കാൻ ദേഹദണ്ഡനം നടത്താമെന്നാണ് വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനെ ചതുപ്പ് നിലത്ത് പോയി 6 മാസക്കാലം അദ്ദേഹം രാത്രി ഉറങ്ങുമായിരുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ കൊതുക് കടിക്കുവാൻ വേണ്ടി, കൊതുകിൻ്റെ കടി സഹിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ കൃത്രിമമായിട്ട് ചെയ്തിരുന്നത്. മറ്റൊരാളെക്കുറിച്ച് പറയുന്ന യൂസിബിസ് എന്ന് പറയുന്നതായൊരു പുരോഹിതൻ, അദ്ദേഹം കിൻഡൽ കണക്കിന് ഇരുമ്പ് ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറയുന്നത് ദേഹപിണ്ഡനം നടത്തുവാൻ വേണ്ടി. എന്തുമാത്രമല്ല, അദ്ദേഹം 3 വർഷക്കാലം ഒരു പൊട്ടക്കിണറ്റിലാണ് അദ്ദേഹം താമസിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നു. സെൻറ്റ് ജോൺ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് 3 കൊല്ലക്കാലം ജീവിച്ചു എന്നാണ്. അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, ഇരുന്നിട്ടില്ല. ക്ഷീണം വന്നാൽ ഒരു പാറക്കല്ലിലേക്ക് ചാരി കിടന്നുകൊണ്ട് ഉറങ്ങും, സ്വല്പം ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യും, അത്രമാത്രം. അങ്ങനെ എത്ര കാലം ചോദിച്ചാൽ 3 വർഷക്കാലം ദയനീയമായ രംഗമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചില പുരോഹിതന്മാർ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നില്ല അത്രേ. അവർ അവരുടെ മുടി നീട്ടുകയും മുടി കൊണ്ട് മാത്രം അവറത്ത് മറക്കുകയും ചെയ്യുമായിരുന്നു. അവർ എന്താണെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ നടക്കുന്നത് പോലെ, കണ്ടുകാലികൾ നടക്കുന്നത് പോലെ കൈകാലുകൾ കുത്തി നടക്കുക പതിവായിരുന്നു എന്ന് പറയുന്നു. അവരിൽ നിന്ന് കുറേയധികം ആളുകൾ ഗഹ്വരയത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ചില ആളുകൾ പൊട്ടക്കിണറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ചില ആളുകൾ കബറിലായിരുന്നു താമസിച്ചിരുന്നത്. ചില ആളുകൾ പുല്ല് തിന്നുമായിരുന്നു എന്നും കാണാൻ സാധിക്കുന്നു. ചില ആളുകൾ പുല്ല് തിന്നുമായിരുന്നു. ശരീരശുദ്ധി വരുത്തുക എന്നത്, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശരീരശുദ്ധി വരുത്തുക എന്നത് ആത്മീയ ശുദ്ധിക്ക് വിരുദ്ധമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. റോമിൽ 2 നൂറ്റാണ്ട് കാലത്തിൽ ഏറെക്കാലം നിലനിന്നിരുന്നുള്ള ഒരു ആചാരമാണ് പറയുന്നത്. അവരുടെ അടുക്കൽ ഏറ്റവും വലിയ ഐഹിക വിരക്തിയും ഭക്തിയുമുള്ള ആൾ ആരായിരുന്നു ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ അടുക്കിൽ ജീവിക്കുന്ന ആളായിരുന്നു, വൃത്തികൾ ജീവിക്കുന്ന ആളായിരുന്നു. അന്തോണി എന്ന് പറയുന്നൊരു പുരോഹിതൻ, അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ഒരിക്കലും തന്നെ 2 കാല് കഴുകുക എന്ന കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അബ്രഹാം എന്ന് പറയുന്നതായ ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ മുഖത്തോ കാലിലോ 50 കൊല്ലം വരെ 100 നൂറ്റാണ്ടുകാലം വെള്ളം സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ അവരുടെ റഹ്ബാനിയത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെയും ബ്രഹ്മചര്യയുടെയും ഭാഗമായിട്ടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. റഹ്ബാനിയത്തിന് ഇവരുടെ ഉഹാഫമാർ ഔഹകരിയായിട്ടിക. റഹ്ബാനിയത്തിനെ അവർ സ്വയമായി നിർമ്മിച്ചുണ്ടാക്കി. നാം അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത നാം ആജ്ഞാപിച്ചിട്ടില്ലാത്ത റഹ്ബാനിയത്തിനെ അവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കി. എന്നിട്ടോ ൗഹക്കരിയായിട്ട് അത് വേണ്ടതുപോലെ അവർ പരിഗണിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തില്ല. പ്രകൃതി വിരുദ്ധമായ കാര്യം കൂടുതൽ കാലം തുടരാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അബുൽ ഹസൻ അലി അദ്ദേഹത്തിൻ്റെ മാതാ ഹസ്രൽ ബിൻ ഹിത്താത്തിൽ മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തിൽ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ മോറൽസ് എന്ന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളെ ഇതിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹദ്ദിമൂ തയ്യിബാതി മാ ഹല്ലല്ലാഹു ലക്കും. ഓ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നല്ല വസ്തുക്കളെ നിങ്ങൾ ഹറാമാക്കരുത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുവദിച്ച നിഷിദ്ധ കാര്യങ്ങളെ ഹറാമാക്കുക. ഖുർആൻ ചോദിക്കുന്നു, കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖി. മൻ ഹറമ സീനത്തല്ലാഹ്, അള്ളാഹു അനുവദിച്ചിട്ട് അല്ലതി അഖ്റജ ലിഇബാദിഹി, തൻ്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഉൽപ്പാദിച്ചിട്ടുള്ള
അലങ്കാര വസ്ത്രങ്ങളെ നിഷിദ്ധമാക്കിയവൻ ആരാണ്? ആരാണ് അതിന് അധികാരം കൊടുത്തത്? ഒത്തയ്യുമാറ്റി ഡിസ്കി, നല്ല പോഷകമൂല്യങ്ങളുള്ളതായ ആഹാരങ്ങളെയും ആരാണ് ഹറാമാക്കിയത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആഡംബര രാഹിത്യം അത് വളരെ നല്ല ലക്ഷണമാണ്. ലാളിത്യം, ജീവിതത്തിൽ എല്ലാ രംഗത്തും ലാളിത്യം വേണം. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളതായിട്ടുള്ള അനാവശ്യമായ കാർക്കശ്യങ്ങൾ പാടില്ല. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദി, അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ചിഹ്നവും അടയാളവും അതിൻ്റെ ബഹിർപ്രകടനം അവൻ്റെ ശരീരത്തിൽ കാണുന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സമ്പത്ത് കൊടുത്താൽ അതിൻ്റെ ഐശ്വര്യം അവനിൽ കാണണം. അള്ളാഹു അവന് ആഹാരങ്ങൾ നൽകി അതിൻ്റെ ലക്ഷണം അവനിൽ കാണണം. അപ്പം അതുകൊണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ അസർ അവനിൽ വെളിപ്പെട്ട് കാണുവാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം തുർമുദി ഹക്കീം റിവായത്ത് ചെയ്ത ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ് മുസ്ലിമുകൾ മദീനയിലേക്ക്. എത്താറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താ പറഞ്ഞാൽ ഫാസ്ലിഹു രിഹാലക്കും, ഡിസോർഡറായി കിടക്കുന്ന നിങ്ങളുടെ വാഹനങ്ങളൊക്കെ നിങ്ങൾ ശരിപ്പെടുത്തണം. വാസ്ലിഹു ലിബാഷക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കണം, ഭംഗിയാക്കണം. ഹത്താത്തക്കൂനു ശാമറ്റ പിന്നാർ, ജനമധ്യത്തിൽ നിങ്ങളൊരു ചിഹ്നമാകുവോളം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധേയരാകണം. നാട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ആളുകൾക്ക് സന്തോഷം തോന്നണം. ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ശ വല തഫഹുഷ്, അല്ലാഹു തആല വഷളത്വത്തെ ഇഷ്ടപ്പെടുന്നില്ല, വഷളത്വം സ്വീകരിക്കുന്നതും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ചീറിപ്പാറിയ വാർന്നു വെക്കാത്ത എണ്ണയിടാത്ത മുടിയുമായി ഒരു സഹാബി സദസ്സിലേക്ക് വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, അമാകാന ഹാദാ മാ യുസക്കിനു ബിഹി ശഅറു അമാകാന ലിഹാദാ മാ യുസക്കിനു ബിഹി ശഅറ, ഈ മനുഷ്യന് അയാളുടെ മുടി ഒതുക്കി വെക്കാൻ ആവശ്യമായ എണ്ണയും ചീർപ്പും കിട്ടിയില്ലയോ? നബി തങ്ങൾ ആ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി ഒരാൾ വന്നപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു, അമാകാന ഹാദാ യജിദു മാ യക്സുൽ ബിഹി സൗബ, ഇയാൾക്ക് വസ്ത്രം കഴുകാൻ ആവശ്യമായ വെള്ളവും സോപ്പും കിട്ടിയില്ലേ എന്ന് നബി തങ്ങൾ ചോദിക്കുകയുണ്ടായി. അല്പം മുഖം ചുളിച്ചുകൊണ്ട് വിമിഷ്ടത്തോടുകൂടിയാണ് നബികൾ ചോദിക്കുന്നത്. അബൂ ദാവൂദ് നസായി ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല അല്ലാഹു തആല സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യത്തവനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു വൃത്തിയുള്ളവനാണ്, വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ നദീഫുൻ യുഹിബ്ബുൻ നല്ലാഫ, അള്ളാഹു തആല വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫനല്ലിഫു അഫ്നിയത്തക്കും വലാ തുശ്ബിഹു ബില്ലഹു, നിങ്ങളുടെ വീടുമുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം, നിങ്ങളുടെ വീടുമുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം. മദീനയിലെ ജൂതന്മാരോട് നിങ്ങൾ സദൃശരാകരുത്, അവരുടെ വൃത്തി കുറഞ്ഞവരാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ എന്താ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് കുളിക്കാതെ, വസ്ത്രം അലക്കാതെ, മുടി ചീക്കാതെ, എണ്ണ കൊടുക്കാതെ അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുകയാണോ? അതല്ല ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതൻ്റെ തൻ്റെതായ രൂപം ദീൻ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുക. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. മനുഷ്യൻ പ്രകൃതിയെ തന്നെ സൗന്ദര്യത്തെയും വൃത്തിയെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സൗന്ദര്യത്തോടെയും വൃത്തിയോടും കൂടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയത എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഞാൻ നിർത്തുമ്പോഴൊരു കാര്യം പറയട്ടെ. ഒരു മുസ്ലിമിന് ആത്മീയതയോടുകൂടി ജീവിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം വിശ്വാസത്തിനും ആചാരത്തിനും പെരുമാറ്റത്തിനും അള്ളാഹുവിനോടും സൃഷ്ടികളുടെ പെരുമാറ്റത്തിനും ആത്മീയത ഉണ്ടാകുവാൻ 4 ഹദീസുകൾ മതി. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് സിജിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ സുനൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 4800 ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 5 ലക്ഷം ഹദീസുകൾ എനിക്ക് ബൈഹാത്തുണ്ട്. 5 ലക്ഷം ഹദീസുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 4800 ഹദീസുകൾ ഞാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ഹദീസിൽ നിന്ന് 4 ഹദീസ് മതി ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നതാണ്. തീർച്ചയായിട്ടും കർമ്മധർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഉദ്ദേശങ്ങൾ കൊണ്ടാകുന്നു. മനുഷ്യൻ്റെ വിചാര വീക്ഷണങ്ങളും എല്ലാ കർമ്മധർമ്മങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞല്ലോ ആത്മീയതയുടെ മൂശയിലിട്ട് വാർക്കണമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് നിയ്യത്ത് കൊണ്ടാണ് അമലുകൾ പരിഗണനീയമാകുന്നത്. അമല് സതുദ്ദേശത്തോടെയാണെങ്കിൽ അതെല്ലാം സൽക്കർമ്മങ്ങളായിത്തീരുന്നു, ഇല്ലെങ്കിൽ അതൊക്കെ ദുഷ്കർമ്മങ്ങളായിത്തീരുന്നു.
അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാത്ത നിഷ്ഫലാമലുകളായി മാറുന്നു. ഇന്നമല്ലമാല് ബിന്നിയാട്ട് സകല അമലുകളും കർമ്മധർമ്മങ്ങളും പരിഗണിക്കപ്പെടുന്നത് ഉദ്ദേശം കൊണ്ടാണ്. ഏത് കാര്യം ചെയ്യുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, ഭാര്യയുമായി ശല്യപിക്കുമ്പോൾ, വീട് നിർമ്മിക്കുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് നിയ്യത്തോടുകൂടിയായിരിക്കണം. എന്നാൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ ഹദീസ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തെർക്കുഹു മലായരി തെർക്കുഹു മാനായരി. ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അനാവശ്യ കാര്യം ഉപേക്ഷിക്കുക എന്നത്. ആവശ്യത്തിലധികമുള്ള വസ്ത്രം വേണ്ട, ആവശ്യത്തിലധികമുള്ള വീട് വേണ്ട, ആവശ്യത്തിലേറെയുള്ള വാഹനം വേണ്ട, അതുപോലെ ആവശ്യത്തിലധികമുള്ള സമ്പത്ത് വേണ്ട, എല്ലാ അനാവശ്യങ്ങളും ഉപേക്ഷിക്കുക. ഇത് ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തേത്, ലായകൂന മുഅ്മിനൻ മുഅ്മിനൻ ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ തൻ്റെ സഹോദരന് തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. തനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. തന്നെ ഒരാൾ ദൂഷണം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, തന്നെക്കുറിച്ച് ഒരാൾ അപവാദം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുപോലെ തൻ്റെ സ്വത്ത് ഒരാൾ അപഹരിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയാൽ തനിക്ക് അനിഷ്ടകരമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മറ്റു മുസ്ലിമുകൾക്കും അനിഷ്ടകരമായിരിക്കണം. അപ്പോൾ മാത്രമാണ് ഒരാൾ മുഅ്മിനാകുന്നത്. ലാ യകൂനു മുഅ്മിനൻ മുഅ്മിനൻ ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഒരു മുഅ്മിനാകണമെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. നാലാമത്തെ ഹദീസ് അതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ. ഹലാൽ പ്രകടമാണ്. ഹലാലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കാം, പാനീയം കുടിക്കാം, വസ്ത്രം ധരിക്കാം, അതുപോലെ ഹലാലായ കാര്യങ്ങൾ എല്ലാവർക്കും സുവിദിതമാണ്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായ ഹലാലുകളുണ്ട്. വൽ ഹറാമു ബയ്യിൻ, അതുപോലെ തന്നെ പലിശ വാങ്ങാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, ഷീട്ട് കടിക്കാൻ പാടില്ല, ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിതർക്കിതമായിട്ട് ഹറാമായ കാര്യങ്ങളുണ്ട്. ഈ ഹലാലുകൾ ഹലാലാണെന്നും ഹറാമുകൾ ഹറാമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഉബൈനഹും മുസ്തബിഹാത്തുൻ, അവയ്ക്കിടയിൽ അവ്യക്തങ്ങളായ നിഗൂഢങ്ങളായ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികാരികൾക്കും അറിയുകയില്ല. അത് ശരിക്ക് ഖുർആനും തിരുസുന്നത്തും പഠിച്ചിട്ടുള്ള ഗവേഷണപ്പെടുക്കളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ നിന്ന് ആ വിധി മനസ്സിലാക്കി നിജസ്ഥിതി മനസ്സിലാക്കുന്നത് വരെ സ്റ്റേ ഓർഡർ വേണം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടാൻ പാടില്ല. ഫമൻ തറക്കഹ ഫഖദിസ്തു പറയാനില്ല ദീനിഹി വൈറലിഹി. സംശയാസ്പദമായ കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതി ആധികാരിക പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുന്നത് വരെ അതുമായി ബന്ധപ്പെടാതെ ഒരാളാകേണ്ടി നിന്നാൽ അവൻ്റെ അഭിമാനത്തിനും ദീനിനും അവൻ സുരക്ഷ നൽകി എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നാലാമത്തെ ഹദീസ്. അപ്പോൾ നിയ്യത്ത് വേണം, എല്ലാം നിയ്യത്തോടുകൂടിയായിരിക്കണം കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. മൂന്നാമതായിട്ട് തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടണം. നാലാമതായിട്ട് സംശയാസ്പദമായ കാര്യങ്ങൾ ഹറാം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ സംശയാസ്പദമായ കാര്യങ്ങളും ഉപേക്ഷിക്കണം. അതിനെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് വരെ അതുമായി അകന്നു നിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് ആത്മീയത ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആത്മീയമായ ഉത്കർഷമുള്ള ആളുകളുമായിട്ട് സദാ ബന്ധപ്പെടേണ്ടതാകുന്ന വളരെ ആവശ്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാദിൽ കുളാട്ട് ഉമർ ഖാദിയെ പരിചയമില്ലാത്ത കേരളീയൻ ആരും ഉണ്ടായിരിക്കുകയില്ല. കേരളത്തിൽ ആപാനവൃതം ജനങ്ങൾക്കും അറിയാം. ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ വലിയായിരുന്നു. മഹാനവറുകളെ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടപ്പോൾ, ബ്രിട്ടീഷുകാരുടെ ജയിലിലടക്കപ്പെട്ടപ്പോൾ യാന്ത്രികമായി കറാമത്ത് കൊണ്ട് പുറത്തു വന്ന മഹാനാണ്. മാത്രമല്ല ഹുജറാ ഷരീഫിന് മദീനയിൽ ചെന്ന് ഹുജറാ ഷരീഫിയുടെ മുമ്പിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രകീർത്തിച്ച് കവിത ആലപിച്ചപ്പോൾ യാന്ത്രികമായി ഹുജറാ ഷരീഫിയുടെ കവാടം അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെട്ടു എന്നത് സുപ്രസിദ്ധമായ സംഭവമാണ്. അത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയും ഖാദിൽ കുളാത്താണ്. വലിയ ആലിമും വലിയ പണ്ഡിതനുമായിരുന്നു. മഹാനവറുകൾ ജയിലിലടക്കപ്പെട്ടപ്പോൾ ആദ്യം കറാമത്ത് കൊണ്ട് പുറത്തു വന്നെങ്കിലും രണ്ടാമത് ജയിലിലടക്കപ്പെട്ടപ്പോൾ കറാമത്ത് ഉപയോഗിച്ചില്ല. അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയനായി സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് അവിടെ നിൽക്കാനുണ്ടായത്. അപ്പോൾ ജയിലറയിൽ നിന്ന് അദ്ദേഹം സങ്കടത്തിൽ കുളിർന്ന കണ്ണീരിൽ കുതിർന്ന ഒരു കത്ത് അങ്ങോരുടെ ശേഖും ഗുരുവജ്ജനുമായ ബഹുമാനപ്പെട്ട കുതുബുസ്സമാൻ മമ്പറന്തങ്ങൾക്ക് ഒരു കത്തയക്കുകയുണ്ടായി. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സലാമും മിനൽ മഹ്ബൂബി ഖദ്ദാമികും ഉമർ മുരീദികുമുൽ ഫഖീരിൽ മുകമ്മദി. നിങ്ങളുടെ സാധുവായ ഫക്കീറായ നിങ്ങളുടെ ശിഷ്യനാണ് ഞാൻ, എൻ്റെ സലാം നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അങ്ങനെ അടിവെച്ച് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഖിയത്തി ലിഅസ്ലാഹി ഫിദ്ദുനിയ വലിൽ ഫൗസി ഫിൽ ഗദി. ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഖിയത്തി
لأصلح في الدنيا وللفوز في الغد. ദുആഉക്കും യാ സയ്യിദി, എൻ്റെ യജമാനരെ, നിങ്ങളുടെ പ്രാർത്ഥന അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം. ഖൈറുബുയത്തി, എൻ്റെ ഉദാത്തമായ അഭിലാഷം അതാണ്. എന്തിൻ്റെ? അസ്ലഹ ഫി ദുനിയ, ദുനിയാവിൽ ഞാൻ നന്നായിത്തീരുവാൻ. അസ്ലഹ ഫി ദുനിയ വലിൽ ഫൗസി ഫി ഗദി, നാളെ പരലോകത്ത് വിജയിക്കുവാനും ദുനിയാവിൽ നന്നാകുവാനും പരലോകത്ത് വിജയിക്കുവാനും അങ്ങോട്ട് പ്രാർത്ഥന വേണം. അള്ളാഹുവിൻ്റെ വലിയായ കറാമത്തിൻ്റെ ഉടമയായ വലിയ പണ്ഡിതനായ നിമിഷക്കവിയായ ബഹുമാനപ്പെട്ട സർവാംഗീകൃത പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉമർ ഖാലിയാണ് പറയുന്നത് തൻ്റെ ഷെയ്ഖിനോട്, ഞാൻ സ്വലാഹിലാകുവാൻ, നന്നായിത്തീരുവാൻ, ആഖിറത്തിൽ വിജയിക്കുവാൻ നിങ്ങളുടെ ദുആ വേണമെന്ന്. ആത്മീയ നേതാക്കളുമായും പണ്ഡിതന്മാരുമായി ഉസ്താദുമാരുമായി കണക്ഷൻ വേണം. അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം, അവിടെ ദുആ ഏറ്റുവാങ്ങണം. അങ്ങനെയുള്ള സാലിഹ്യങ്ങളിൽ, സത്തുക്കളിൽ, വിനയാന്വിതരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ശാരീരികമായി, അതുപോലെ തന്നെ മസ്തിഷ്കപരമായി, അതുപോലെ തന്നെ സാമ്പത്തികമായി അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കണ്ണുകുളിറക്കി അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു കുടുംബത്തോടുകൂടി, നമ്മുടെ അഹ്ലിക്കാരോടുകൂടി, ശിഷ്യന്മാരോടുകൂടി, സഹപ്രവർത്തകരോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.